മലയാളം എക്സാമിന് എന്തായാലും വരാൻ പോകുന്ന ഒരു ചോദ്യം കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നോക്കിയേ മക്കളെ, പത്രവാർത്ത തയ്യാറാക്കുക. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ചോദ്യപേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, മഴ പെയ്ത് തോടും കുളങ്ങളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴി 1ാം ക്ലാസ്സുകാരനായ അമൽ വെള്ളക്കുഴിയിൽ വീണു. അവൻ്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ 4ാം ക്ലാസ്സിലെ ബഷീർ വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടി അമലിനെ രക്ഷപ്പെടുത്തി. പിറ്റേന്ന് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് എല്ലാവരും ബഷീറിനെ അഭിനന്ദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അവന് ഉപഹാരം നൽകി. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു പത്രവാർത്ത തയ്യാറാക്കൂ എന്നാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത് അല്ലേ. യെസ്, നോക്കിക്കേ, ഇവിടെ എന്താണ് ചോദ്യം? പത്രവാർത്ത തയ്യാറാക്കാനാണ്. എന്താണ് വിഷയം? എന്തിൻ്റെ പേരിലാണ്? ഒരു അമൽ എന്ന് പറഞ്ഞ കുട്ടീനെ 4ാം ക്ലാസ്സിലുള്ള ബഷീർ രക്ഷിച്ചു, വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ അവനെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സ്കൂൾ അസംബ്ലിയൊക്കെ വെച്ച് എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരമൊക്കെ നൽകി. ഈ ഒരു കാര്യം നമ്മൾ പത്രവാർത്തയായിട്ട് എഴുതണം. എങ്ങനെയാണ് മക്കൾ പത്രവാർത്ത എഴുതേണ്ടത്? ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം അല്ലേ, എങ്ങനെയാണ് പത്രവാർത്ത എഴുതേണ്ടത് എന്നുള്ളത് അറിയണം അല്ലേ. പത്രം വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാൽ പോലും ഒരു സംശയം ഉണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം, എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരയ്ക്കണം കേട്ടോ. ഒരു ബോക്സ് വരയ്ക്കാം. ഇനി ബോക്സ് ആദ്യം തന്നെ വരയ്ക്കണം എന്നില്ല. നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? തലക്കെട്ട് കൊടുക്കണം. ആദ്യം തന്നെ വലിയൊരു തലക്കെട്ട് കൊടുക്കണം. എന്താണ് വിഷയം? ഒരു കുട്ടീനെ രക്ഷിച്ചതാണ് അല്ലേ. അതിൻ്റെ പേരിൽ എന്താണ്? ഒരു അനുമോദന ചടങ്ങാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുക്കണം. ശേഷം എന്ത് ചെയ്യണം? സ്ഥലം, തീയതി, എവിടെയാണ് നടന്നിട്ടുള്ളത് ഈ ഒരു സംഭവം, എന്നാണ് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എന്താണ് 2 കുത്തൊക്കെ കൊടുക്കുക. അതിനുശേഷം വിവരം എഴുതി തുടങ്ങുക. ഓക്കെ, അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നടന്നിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് അവതരിപ്പിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? നടന്നിട്ടുള്ള കാര്യങ്ങൾ നടന്ന പോലെ അവതരിപ്പിക്കുക. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ അഭിപ്രായങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരു പത്രവാർത്ത എഴുതുമ്പോൾ ഒരിക്കലും നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നടന്നിട്ടുള്ള കാര്യങ്ങൾ നടന്ന പോലെ വിവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ തലക്കെട്ട് കൊടുത്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? സ്ഥലവും തീയതി എഴുതണം. അതിനുശേഷം എന്ത് ചെയ്യണം? നടന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു 2 വരിയിലോ 1 വരിയിലോ മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു വാർത്ത വായിക്കുമ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ 2 സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നടന്നിട്ടുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാവണം. അങ്ങനത്തെ രീതിയിൽ എന്ത്, എവിടെ, എങ്ങനെ നടന്നു എന്നുള്ള കാര്യം കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. വസ്തുതാപരമായ വിവരണം. ഓക്കെ, മനസ്സിലായോ? പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എഴുതുക, അവസാനിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ ചടങ്ങ് നടന്നു, ഒത്തിരി പേര് അതിൽ പങ്കെടുത്തു, എല്ലാവരും ബഷീറിനെ അനുമോദിച്ചു അല്ലെങ്കിൽ ആദരിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഇതിങ്ങനെയാണ് നമ്മൾ പത്രവാർത്ത എഴുതേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇവിടുത്തെ പത്രവാർത്ത എന്താണ് കൊടുത്തിട്ടുള്ളത്. 4ാം ക്ലാസ്സുകാരൻ്റെ ധീരതയെ അനുമോദിച്ച് GULP സ്കൂൾ. വിവരം മനസ്സിലായില്ലേ നമുക്ക് എന്താണ് നടന്നിട്ടുള്ളത്? എന്തോ ഒരു ധീരമായിട്ടുള്ളൊരു പ്രവൃത്തി ഒരു കുട്ടി ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂള് എന്ത് ചെയ്തിട്ടുണ്ട്? ആ കുട്ടീനെ അനുമോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പം അത്രയും മതി. നമ്മുടെ തലക്കെട്ട് വലുതാക്കിയിട്ട് ബോൾഡായിട്ട് കട്ടി കൂട്ടിയിട്ടുള്ള അക്ഷരത്തിൽ എഴുതാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കട്ടി കൂട്ടാനായിട്ട് കുറേ സമയം ഇരിക്കുകയും ചെയ്യരുത്. ഇനിയോ നഗരം, സ്ഥലമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ഥലം, തീയതിയും കൊടുക്കുക. അതിനുശേഷം നോക്കിക്കേ, സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ വെള്ളക്കുഴിയിൽ വീണ 1ാം ക്ലാസ്സുകാരൻ അമലിനെ രക്ഷിച്ച് 4ാം ക്ലാസ്സുകാരൻ ബഷീർ ധീരതയുടെ ഉദാഹരണമായി. ഈ ഒറ്റ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ. അങ്ങനെയാണ് നമ്മൾ പത്രവാർത്തയിൽ ആദ്യത്തെ സെന്റൻസ് എഴുതേണ്ടത് കേട്ടോ. ഇനിയോ അടുത്ത ഖണ്ഡിക തിരിച്ച് എന്ന് പറയുമ്പോൾ അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. മഴക്കെടുതിയിൽ തോടുകളും കുളങ്ങളും നിറഞ്ഞതിനെ തുടർന്ന് അമൽ അപകടത്തിലായപ്പോൾ അവൻ്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ബഷീർ സമയം കളയാതെ വെള്ളത്തിൽ ചാടുകയായിരുന്നു. ബഷീറിൻ്റെ സമയോചിതമായ ഇടപെടലിൽ അമൽ സുരക്ഷിതനായി. പിറ്റേന്ന് സ്കൂൾ അസംബ്ലിയിൽ സ്കൂൾ അധികൃതരും സഹപാഠികളും ബഷീറിനെ അഭിനന്ദിച്ചു. പഞ്ചായത്ത് അധ്യക്ഷൻ ബഷീറിന് പ്രത്യേക ഉപഹാരം നൽകി. ഈ ധീരകൃത്യം സ്കൂളിനാകെ അഭിമാനകരമായ ഒന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യം അവസാനിപ്പിച്ചേക്കാണ്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇത്ര ഈസിയാണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലേ, നമ്മൾ സംസാരിക്കുന്ന രീതിയിലല്ല, നല്ല മലയാളത്തിൽ എഴുതി വയ്ക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ തലക്കെട്ട് കൊടുക്കണം, മറക്കരുത്. അതിനനുയോജ്യമായിട്ടുള്ള ഒരു വലിയ രീതിയിൽ തലക്കെട്ട് കൊടുക്കുക കേട്ടോ. വലുതാക്കിയിട്ട് എഴുതുക.
അതിനുശേഷം സ്ഥലം കൊടുക്കുക, തീയതി കൊടുക്കുക, 2 കുത്തിടുന്നു. ഒറ്റ സെൻറ്റൻസിൽ തന്നെ നടന്നിട്ടുള്ള കാര്യം കൃത്യമായിട്ട് എഴുതുന്നു. ഒരാൾക്ക് വായിക്കുമ്പോൾ ആര്, എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ളതിനൊക്കെ മറുപടി ആ ഒരു ഫസ്റ്റത്തെ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എഴുതുന്നു. ഏറ്റവും അവസാനം എന്താണ്, എന്തെങ്കിലും പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കുക കേട്ടോ. ഈ ധീരകൃത്യം എന്താണ്, സ്കൂളിനാകെ എന്താണ് അഭിമാനകരമായ ഒന്നായി മാറി. വേറെ എന്തെങ്കിലും പ്രോഗ്രാമാണ് അവിടെ നടന്നിട്ടുള്ളെങ്കിലോ, ഈ ഒരു പ്രോഗ്രാമിൽ ഒത്തിരി നാട്ടുകാർ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പത്രവാർത്ത തയ്യാറാക്കാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പത്രവാർത്ത തയ്യാറാക്കാനുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം, പത്രവാർത്തയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളുണ്ടാവും. മലയാളത്തിൻ്റെ ലൈവ് ക്ലാസ് കൃത്യം 7:30 നടക്കുന്നുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ലൈവിലേക്കും കൂടെ ജോയിൻ ചെയ്യുക കേട്ടോ. ഈ മലയാളം മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളുടെയും ലൈവ് ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ കാണുക. ഇനിയും കാണാം. താങ്ക്